എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. LDC പരീക്ഷയ്ക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. താഴെ പറയുന്നതിൽ ശരിയായ ബന്ധം ഏതാണ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന ചോദ്യം. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ എന്നാണ് നൽകിയിരിക്കുന്നത്. ഗേഡ സത്യാഗ്രഹം മഹാരാഷ്ട്ര എന്ന് നൽകിയിരിക്കുന്നു. അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത് എന്നാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ചമ്പാരൻ സത്യാഗ്രഹം നടന്നിരിക്കുന്ന ചമ്പാരൻ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ബീഹാറിലാണ്. അത് ശരിയാണ്. 1917 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നതും ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗേഡ സത്യാഗ്രഹം മഹാരാഷ്ട്ര എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഗേഡ സത്യാഗ്രഹം നടക്കുന്നത് ഗുജറാത്തിലാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഗേഡ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇത് 1918 ഇതും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഗേഡ സത്യാഗ്രഹം നടക്കുന്നത്. അഹമ്മദാബാദ് മിൽ സമരം നടക്കുന്ന ഗുജറാത്തിലാണ്. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ അഹമ്മദാബാദ് മിൽ സമരം 1918 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. അവിടെ നമ്മൾ പരിചയപ്പെടുന്നതാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ചോദിച്ചാൽ 1918 അഹമ്മദാബാദ് മിൽ സമരമാണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചോദിച്ചാൽ 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. രണ്ടും പരസ്പരം മാറിപ്പോരുത്. ആദ്യത്തെ സത്യാഗ്രഹം എന്നാണെങ്കിൽ 1917 ചമ്പാരൻ സത്യാഗ്രഹം. ആദ്യത്തെ നിരാഹാര സമരം ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അഹമ്മദാബാദ് മിൽ സമരം 1918. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ശരിയായ ബന്ധമാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. 1ഉം 3ഉം ആണ് ഇവിടെ ശരി. അപ്പോൾ 1ഉം 3ഉം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് നൽകിയത്. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് എന്നാണ് നൽകിയത്. നമുക്കറിയാം, ഈ ഒരു ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം, ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഒന്നാണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി എന്നാൽ ശരിയാണ്. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. കുളച്ചിൽ യുദ്ധം ആരൊക്കെ തമ്മിലാണെന്ന് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ഡച്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം എന്ന് നമ്മൾ പഠിക്കും. വർഷം PSC റിപ്പീറ്റ് ചെയ്യുന്നതാണ് 1741. അതേപോലെ തന്നെ തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മ നടത്തുന്നത് 1750. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നതിൽ ബന്ധപ്പെട്ട് തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 1 മാത്രം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 1.25 കോടി മലയാളികൾ. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു കൃതിയാണ്. EMS നമ്പൂതിരിപ്പാടുമായി ബന്ധപ്പെട്ട് 1.25 കോടി മലയാളികൾ. ഇവിടെ കണ്ണീരും കിനാവും നമുക്കറിയാം VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ്. അതും PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് ആദിഭാഷ എന്ന് പറയുന്ന കൃതി. അതുപോലെ തന്നെ മലബാർ മാനുവൽ ആരുടെ ഗ്രന്ഥമാണ് എന്ന് ചോദിച്ചാൽ അത് രചിച്ചത് വില്യം ലോഗനാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താണ് PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ കേസരി ബാലഗംഗാധര തിലകൻ എന്നാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്നതാണ് ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ട് കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഇതെന്താണ്? ശരിയാണ്. അപ്പോൾ ബാലഗംഗാധര തിലകൻ്റെ 2 പത്രങ്ങളാണ് കേസരിയും അതേപോലെ തന്നെ മറാത്തയും. ഇനി മറ്റൊന്ന് യങ് ഇന്ത്യ ആനി ബസന്റ് എന്നാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം യങ് ഇന്ത്യ, അതുപോലെ തന്നെ ഹരിജൻ, നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ തുടങ്ങിയ പത്രങ്ങളൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ പഠിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് ഇവിടെ തെറ്റായിട്ടാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ആനി ബസന്റുമായി ബന്ധപ്പെട്ട് ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന പത്രം, കോമൺവീൽ എന്ന പത്രം PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ന്യൂ ഇന്ത്യ എന്ന പത്രം, കോമൺവീൽ എന്ന പത്രം ആരുമായി ബന്ധപ്പെട്ടതാണ്? ആനി ബസന്റുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളിത് പഠിച്ചു വെക്കുന്നത് ആനിയുടെ ബസ്സിലെ ന്യൂ വീൽ എന്നാണ് പഠിക്കുക. ആനിയുടെ ബസ്സിൻ്റെ ന്യൂ വീൽ എന്ന കോഡിലൂടെ പഠിച്ചു വെക്കാറുണ്ട്. ആനി ബസറ്റിൻ്റെ പത്രമാണ് ഈ പറയുന്ന ന്യൂ ഇന്ത്യയും കോമൺവീലും. അതേസമയത്ത് യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ എന്നിവ ആരുടെ പത്രങ്ങളാണ്? മഹാത്മാഗാന്ധിയുടെ പത്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഇത് PSC പണ്ട് മുതലേ ചോദിക്കുന്നതാണ്. വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി. ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ശരിയായ ബന്ധമാണ്. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായ ബന്ധമായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏത് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ഫ്രഞ്ച് ചക്രവർത്തിയായ ലൂയി 15 അത് ശരിയായിട്ടുള്ള ഒരു ഉദ്ധരണിയാണ്. അതായത് അത് പറഞ്ഞത് ലൂയി 15 തന്നെയാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 അതും ശരിയാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് വോൾട്ടെയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. ശരിക്കും ഈ ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നത് റൂസോ ആണ്.
സ്വതന്ത്രനായിട്ട് ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് റൂസോ തന്നെയാണ്. ഇവിടെ തെറ്റായത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. 3 മാത്രം എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയിൽ വെച്ചിട്ടാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു 2023 നടന്നത്. അത് ചൈനയിലെ ഹാങ്ചൗ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. ഒരുപക്ഷെ ഈ ഒരു സ്ഥലം എടുത്തുവാണെങ്കിൽ ചോദിക്കാം. 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ്. അപ്പോൾ 2023 നടന്നത് എത്രാമത് ഏഷ്യൻ ഗെയിംസ് ആണെന്ന് ചോദിച്ചാൽ 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ്. ഇത് ശരിക്കും 2022 നടക്കേണ്ടിയിരുന്നതാണ്. പക്ഷെ അത് COVID-19 കാരണം 2023 മാറ്റിയതാണ്. അപ്പോൾ ഇനി അടുത്ത ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് 2026 2022 നിന്ന് 4 വർഷം. അപ്പോൾ നടക്കാൻ പോകുന്നത് നമ്മുടെ ജപ്പാനിലാണ് എന്ന കാര്യം ഓർക്കുക. 2026 ജപ്പാനിൽ ഐച്ചി നഗോയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത് എന്നാണ്. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതെന്ന് ചോദിച്ചാൽ ഇൽമനൈറ്റ് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി അടുത്തത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ആ ഒരു സമയത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. പത്രങ്ങളിലൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നൊരു വാർത്തയായിരുന്നു. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ സെപ്റ്റംബർ മാസം എന്ന ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. ഉത്തരാഖണ്ഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്? ഉത്തരാഖണ്ഡ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സുവർണ ചതുഷ്കോണം എന്നത് എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് PSC പരീക്ഷയിൽ പണ്ട് മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇതൊരു ഹൈവേ പ്രൊജക്റ്റ് ആണ് എന്ന് നമുക്കറിയാം. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഈ സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്ന 4 മെട്രോ നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്ന 4 മെട്രോ നഗരങ്ങളിൽ ഒന്ന് നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡൽഹി ഉണ്ട്, പിന്നെ കൊൽക്കത്തയുണ്ട്, പിന്നെ ചെന്നൈ ഉണ്ട്, പിന്നെ മുംബൈ ഉണ്ട്. അപ്പോൾ ഇതാണ് എന്ത് സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്ന 4 മഹാനഗരങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്തത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ആന്ധ്രാപ്രദേശിലാണ്. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ എ ആണ്. PSLV എന്നതാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ PSLV-C-57 പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നതാണ് PSLVയുടെ പൂർണ്ണ രൂപം. അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. PSLV-C-57 എന്ന് പറയുന്ന ആ ഒരു വിക്ഷേപണ വാഹനത്തിലാണ് 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതി രാവിലെ 11:50 ഈ ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. അത് അതിൻ്റെ ആ ഒരു ഭ്രമണപഥത്തിലൊക്കെ എത്തിച്ചേരുന്നത് 2024 ജനുവരി മാസം 6-ാം തീയതിയാണ്. 2024 ജനുവരി 6-ാം തീയതിയാണ്. അപ്പോൾ ഇവിടെ ആദിത്യ L1 അതുമായി ബന്ധപ്പെട്ടൊന്ന് പഠിച്ചു വെച്ച് പോകണം. മറ്റു കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് അറിയേണ്ട ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒന്നാമത് കൊടുത്തിരിക്കുന്ന ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്. 1951 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇപ്പോൾ 12-ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. 2012 മുതൽ 17 വരെയായിരുന്നു അത്. നിലവിൽ പദ്ധതികളൊന്നും തന്നെ ഇല്ല എന്ന് നമുക്കറിയാം. അതിന് പകരമാണ് നീതി ആയോഗ് വന്നതെന്ന് നമുക്കറിയാം. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ് എന്നാണ് നൽകിയത്. അതും ശരിയാണ്. ഇവിടെ PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിലൊന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്വാശ്രയത്വം എന്നതാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് സമത്വമാണ്. സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇനി സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നതും നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ആധുനിക വൽക്കരണം. അപ്പോൾ അടുത്തത് എന്താണ്? ആധുനിക വൽക്കരണം. അപ്പോൾ ഇവിടെ എന്താണ്? പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായ ലക്ഷ്യങ്ങളാണ് ഈ പറയുന്ന 4 എണ്ണം. ഒന്ന് സ്വാശ്രയത്വം, പിന്നെ സമത്വം, സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നാണ് പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യമാണ്. നമുക്കറിയാം ഓരോ പഞ്ചവത്സര പദ്ധതിക്കും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്നാൽ ഇതെന്താണ്? മൊത്തത്തിലുള്ള ആ ഒരു പൊതുവായ ലക്ഷ്യമാണ് ഈ പറയുന്ന സാമ്പത്തിക വളർച്ച,
ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ. ഇത് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ശരിയായവ ഏതെല്ലാം എന്നാണ്. 1, 2, 4 ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപ്പാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാ കാർഷിക വിളകളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ കാർഷിക വിളകളും ഉൾപ്പെടുന്നില്ല. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. നമുക്കറിയാം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥനാണ്. അപ്പോൾ ഇത് എന്താണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതേസമയത്ത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നോർമൻ ബോർലോഗ് ആണ്. ഇനി നമ്മുടെ ഓപ്ഷനിൽ ഈ പറയുന്ന ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് വെച്ചിട്ട് അവിടെ MS സ്വാമിനാഥനാണ് ഉള്ളതെങ്കിൽ അതായിരിക്കും ഉത്തരമായിട്ട് വരിക. നമ്മൾ ഇതിനടുത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ നമ്മളത് കണ്ടതാണ്. നോർമൻ ബോർലോഗും MS സ്വാമിനാഥനും ഉണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് ഏതാ വരിക? നോർമൻ ബോർലോഗ് ആണ് വരിക. MS സ്വാമിനാഥൻ ഉത്തരമായിട്ട് വരണമെങ്കിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ എന്നാണ് വരേണ്ടത്. ഇനി അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബന്ധമില്ലാത്തത് ഏതെന്നാണ്. കൃത്യമായിട്ട് നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ ആ ഒരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇല്ലാത്ത പക്ഷം നമ്മൾ ബന്ധമുള്ളത് എന്ന രീതിയിൽ പോയിട്ട് ഓപ്ഷൻ കറപ്പിക്കാൻ സാധ്യത കൂടുതലാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ. അപ്പോൾ ഇവിടെ 1 മാത്രം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു, ശരിയാണ്. ശ്രീ നരേന്ദ്രമോദി ചെയർമാനായിരുന്നു, ശരിയാണ്. വസുദൈവ കുടുംബകം അതായിരുന്നു അതിൻ്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത്, അതും ശരിയാണ്. 18ാമത്തെ ഉച്ചകോടി ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ശരിയെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മുടെ പരീക്ഷയിൽ ചിലപ്പോൾ ചോദിക്കാം 2024 19ാമത് G20 ഉച്ചകോടി നടക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ബ്രസീലിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. എവിടെയാണ്? ബ്രസീലിലാണ് 19ാമത്. അപ്പോൾ ഇന്ത്യയിൽ നടന്നത് എത്രാമത് G20 ഉച്ചകോടിയാണ്? 18ാമത് G20 ഉച്ചകോടിയാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കിനെയാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ്. അതുപോലെ തന്നെ മറ്റ് വാണിജ്യ ബാങ്കുകളൊക്കെ നിയന്ത്രിക്കുന്ന RBI ആണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റ് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിനുള്ള ആ ഒരു നിരക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പലിശ നിരക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. അതേസമയത്ത് RBI ഈ ബാങ്കുകൾക്ക് കടം കൊടുക്കുകയാണെങ്കിൽ അപ്പോഴുള്ള നിരക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിപ്പോ നിരക്ക്. നേരെ തിരിച്ചാണെങ്കിൽ അതിനെയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇന്ത്യയിൽ കനേഷുമാരി അല്ലെങ്കിൽ സെൻസസ് തുടങ്ങിയ വർഷം ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ പ്രകാരം 1881 ഉത്തരമായിട്ട് വരേണ്ടത്. നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഔദ്യോഗികമല്ലാതെ സെൻസസ് നടത്തിയത് മേയോ പ്രഭുവാണ് 1872 കാലഘട്ടത്തിലാണ്. പക്ഷേ അത് ഒരു ഔദ്യോഗിക സെൻസസ് ആയിട്ട് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാജ്യം മുഴുവൻ പ്രദേശങ്ങളെ ഒന്നും ഉൾപ്പെടുത്താതെയാണ് അന്ന് ആ ഒരു സെൻസസ് നടക്കുന്നത്. അപ്പോൾ 1872 മേയോ പ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ. പക്ഷേ അതിനുശേഷം ആദ്യമായിട്ട് ഒരു സമ്പൂർണ്ണ സെൻസസ് നടക്കുന്നത് റിപ്പൺ പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് 1881. അതിനുശേഷം ഇങ്ങോട്ട് ഓരോ 10 വർഷ ഇടവേളയിലും എന്താണ് സെൻസസ് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു അവസാനം ഈ 2011 ശേഷം പിന്നീട് എന്ത് നടക്കുന്നില്ല? സെൻസസ് നടന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്താണ്? ആദ്യമായിട്ട് ആ ഒരു ഔദ്യോഗികമായിട്ട് നടന്നത് 1881. എന്നാൽ അതിനു മുമ്പ് 1872 ഔദ്യോഗികമായിട്ടല്ലെങ്കിലും ഒരു സെൻസസ് നടന്നിട്ടുണ്ട്. അത് ആരുടെ കാലഘട്ടത്തിലാണ്? മേയോ പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഇത് ആരുടെ കാലഘട്ടത്തിലാണ്? 81 റിപ്പൺ പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഇനി അടുത്ത ചോദ്യം, ചരക്ക് സേവന നികുതി എന്നാൽ എന്തെന്നാണ്. ഇത് പണ്ട് മുതലേ ചോദിക്കുന്നതാണ്. പരോക്ഷ നികുതി മാത്രമാണ് എന്നാണ് അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. GST എന്താണ്? ഒരു പരോക്ഷ നികുതിയാണ്. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഹോക്കി ഇനത്തിലും അതുപോലെ തന്നെ ക്രിക്കറ്റ് ഇനത്തിലും കബഡി ഇനത്തിലും ഇന്ത്യ എന്താണ്? സ്വർണം നേടിയിട്ടുണ്ട്. ആർച്ചറി ഇനത്തിലും ബാഡ്മിൻ്റൺ ഇനത്തിലും അത്ലറ്റിക്സ് ഇനത്തിലും ഇന്ത്യ സ്വർണം നേടിയിട്ടുണ്ട്. ടെന്നീസ് ഇനത്തിലും സ്ക്വാഷ് ഇനത്തിലും ഷൂട്ടിംഗ് ഇനത്തിലും ഇന്ത്യ സ്വർണം നേടിയിട്ടുണ്ട്. അതേസമയത്ത് റോവിങ്, ചെസ്സ്, ഗോൾഫ് എന്ന ഇനത്തിൽ സ്വർണം നേടിയിട്ടില്ല. അവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് നൽകിയിരിക്കുന്നത്? സ്വർണം നേടാത്ത മത്സര
ഇനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഹോക്കി, ക്രിക്കറ്റ്, കബഡി, ആർച്ചറി, ബാഡ്മിൻ്റൺ, അത്ലറ്റിക്സ്, ടെന്നീസ്, സ്ക്വാഷ്, ഷൂട്ടിംഗ് തുടങ്ങിയ ഇനങ്ങളിൽ ഇന്ത്യ എന്താണ് സ്വർണം നേടി എന്ന കാര്യം ഓർക്കുക. അതേസമയത്ത് റോവിങ്, ചെസ്സ്, ഗോൾഫ് അവിടെ എന്ത് നേടിയിട്ടില്ല, സ്വർണം നേടിയിട്ടില്ല. ഇന്ത്യക്ക് മൊത്തം മെഡൽ ഇതിൽ കിട്ടിയത് 107 മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയൊരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ മെഡൽ നേട്ടത്തിൽ 3 അക്കം കടക്കുന്നത്, 107 എന്ന ആ ഒരു മെഡൽ സംഖ്യയിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ ഏഷ്യൻ ഗെയിംസിൻ്റെ ചരിത്രത്തിൽ തന്നെ 3 അക്കം കടന്ന 4ാമത്തെ രാജ്യമായിട്ട്, മെഡൽ നേട്ടത്തിൽ 3 അക്കം കടന്ന 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇതിനു മുമ്പ് ചൈന, ജപ്പാൻ, പിന്നെ കൊറിയ, ഈ 3 രാജ്യങ്ങളാണ് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത ഇതിലേക്ക് വരാം. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ്. നമുക്കറിയാം 1946 ഡിസംബർ 6-ാം തീയതിയാണ്. 1946 ഡിസംബർ 6-ാം തീയതിയാണ് നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏതെന്നാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. പണ്ട് മുതലേ PSC പരീക്ഷയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിനുള്ളിൽ തന്നെ PSC റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് വെച്ചാൽ ഡോക്ടർ അബുൽ കലാം ആസാദ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ശരിയാണ്. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നമ്മൾ കൃത്യമായി പഠിക്കുന്നതാണ്. ഭാഗം 4-ൽ ഉൾപ്പെടുന്ന നിർദ്ദേശ തത്വങ്ങളാണെങ്കിലും ഭാഗം 4A-യിൽ ഉൾപ്പെടുന്ന നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണെങ്കിലും മൗലിക കടമകളാണെങ്കിലും അത് ന്യായവാദത്തിന് അർഹമല്ല എന്നൊരു പോയിന്റിലൂടെ നമ്മൾ പഠിക്കുന്നതാണ്. നമുക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒന്നും പോയിട്ട് അത് സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. അതേ സമയത്ത് നമ്മുടെ മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ് എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അത് പുനഃസ്ഥാപിക്കാനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അധികാരമുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കോടതിയെ സമീപിക്കാൻ പറ്റത്തില്ല. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് ഇവ എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബന്ധപ്പെട്ടവ എന്തൊക്കെയാണെന്നാണ്. അതായത് ഇവിടെ 1 വരും, 2 3 വരും, 4 വരും. 1 3 4 എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്കിവിടെ തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപവൽക്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ 10-ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ശരിയാണ്. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കുമെന്ന് പറഞ്ഞാൽ ശരിയാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതെന്നാണ്. നമുക്കറിയാം ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. അതിനാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. നമുക്കറിയാം സുപ്രീം കോടതി മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് പുനഃസ്ഥാപിക്കാനായിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. ഇനി ഹൈക്കോടതി ആണെങ്കിലോ ആർട്ടിക്കിൾ 226 പ്രകാരമാണെന്ന് നമുക്കറിയാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി ഇലക്ഷനും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലേക്കോ കൗൺസിലിലേക്കോ ഉള്ള തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നുണ്ട്. രാജ്യസഭ ലോകസഭാ തെരഞ്ഞെടുപ്പും നേതൃത്വം നൽകുന്നുണ്ട്. അതേസമയത്ത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് നടത്തുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ 1, 3, 4 നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അങ്ങനെയുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. 25ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്.
അപ്പോൾ ഇവിടെ ഓർത്തിരിക്കണം, ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഇത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് നോക്കി വെക്കുക. ഇനി അടുത്ത പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയുടെ പതാകയാണ് ത്രിവർണ്ണ പതാക എന്ന് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയാരെന്ന് വെച്ചാൽ ഈ പറയുന്ന പിംഗലി വെങ്കയ്യയാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ദേശീയ പതാകയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1947 ജൂലൈ മാസം 22 ഈ ഒരു തീയതി ഓർക്കണം. ഇന്നാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഈ പറയുന്ന നമ്മുടെ ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ച ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ 2002 എന്ന് ഞാൻ പറഞ്ഞു. 2002 ജനുവരി 26 എന്ത് വന്നത്? ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 അതായത് ഈ നീളം എന്ന് എഴുതുമ്പോൾ നായാണ്, ആ നായ ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ 3 കിട്ടും. പിന്നെ വീതി എന്ന് എഴുതുമ്പോൾ വായാണ്, വായ അങ്ങോട്ട് തിരിച്ചിട്ടാൽ 2 എന്നും നമുക്ക് കിട്ടും. ആ ഒരു രീതിയിൽ ഓർത്തിരിക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ പോയിന്റുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്തെന്നാണ് നമ്മുടെ ചോദ്യം. റിപ്പീറ്റായിട്ട് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. സ്നേഹസാന്ത്വനം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. എന്താണ്? സ്നേഹസാന്ത്വനം എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത്? നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ വീണ്ടും നമ്മുടെ LDCയിലൊക്കെ റിപ്പീറ്റായിട്ട് കേരള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മേഖലയിൽ ചോദിക്കാവുന്നതാണ്. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും തലവൻ സെക്രട്ടറി ആണ് എന്നാണ് പറയുന്നത്. അതൊരു ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും ഔദ്യോഗിക തലവൻ ആരാണ്? സെക്രട്ടറി ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ എന്ന് പറയുന്നതും ശരിയാണ്. തൻ്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാണ്. 1, 2, 4 ഇവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താണ്? തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. കൃത്യമായിട്ട് അത് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പോകണം. ഇവിടെ നമ്മുടെ മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വീണ്ടും പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കാവുന്നതാണ്. ഇനി സംസ്ഥാനത്തിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയല്ല, മറിച്ച് ആരാണ്? നമ്മുടെ ഗവർണറാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ കാര്യനിർവഹണ നടപടികളും ഗവർണറുടെ ഉത്തരവാദിത്തത്തിലാണ് നിർവഹിക്കപ്പെടുന്നത് എന്ന പോയിന്റ് ഓർത്തിരിക്കണം. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. കേരളത്തിൻ്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിക്കപ്പെട്ടത് ആര് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എ ഷാജഹാൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് ചോദിക്കും. MSK രാമസ്വാമി എന്ന ഓപ്ഷൻ ഓർത്തിരിക്കണം. എന്താണ്? MSK രാമസ്വാമി. രണ്ടാമത്തെ വ്യക്തി ആരാണ്? MS ജോസഫ് ആണ്. ഇപ്പോൾ പരീക്ഷയിൽ ഒന്നാമത്തെ വിട്ടിട്ട് രണ്ടാമത്തെ ചോദിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ MSK രാമസ്വാമിയും MS ജോസഫും ഓർത്തിരിക്കണം. MSK രാമസ്വാമി, പിന്നെ ആ ഒരു ഇനിഷ്യൽ സെയിം ആണ്, MS ജോസഫ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ മൂന്നാമത്തെയും കൂടെ ഓർക്കുക, N മോഹൻദാസ് ആണ്. N മോഹൻദാസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ P കമൽക്കുട്ടി ഉണ്ട്. 5ാമത് K ശശിധരനാണ്. 6ാമത് V ഭാസ്കരനാണ്. 7ാമത് A ഷാജഹാനാണ്. MSK രാമസ്വാമി, MS ജോസഫ് 2ാമത്, 3ാമത് N മോഹൻദാസ്, 4ാമത് P കമൽക്കുട്ടി, 5ാമത് K ശശിധരൻ, 6ാമത് V ഭാസ്കരൻ, 7ാമത് A ഷാജഹാനാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 2-ാം തീയതിയാണ് എന്ന കാര്യം ഓർക്കുക. ഇവിടെ ഒക്ടോബർ 24 നമ്മുടെ UN ദിനം എന്ന് പറയുന്നത്. 1945 ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻ സ്ഥാപിച്ചത്. ആ ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസ് ആണെന്ന് പറഞ്ഞാൽ ശരിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട പോയിന്റാണ്. ഇവിടെ 1, 2, 3 നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ശരിയായ പ്രസ്താവന എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട്
വരേണ്ടത് ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നതിൽ നമുക്കറിയാം ഇന്ത്യൻ സിവിൽ സർവീസിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. അഖിലേന്ത്യാ സർവീസ് എന്നും കേന്ദ്ര സർവീസ് എന്നും സംസ്ഥാന സർവീസ് എന്നും. ഇതിൽ അഖിലേന്ത്യാ സർവീസിൻ്റെയും കേന്ദ്ര സർവീസിൻ്റെയും കേസിലേക്ക് വരുമ്പോൾ ദേശീയ തലത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അഖിലേന്ത്യാ സർവീസിലേക്ക് വരുമ്പോൾ UPSCയുടെ നേതൃത്വത്തിലും പിന്നെ കേന്ദ്ര സർവീസിലേക്ക് വരുമ്പോൾ SSCയുടെ നേതൃത്വത്തിലൊക്കെ പരീക്ഷ നടക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഇനി കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കുന്നു ഈ പറയുന്ന അഖിലേന്ത്യാ സർവീസിനെ. നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലുള്ള ജില്ലാ കളക്ടർ അഖിലേന്ത്യാ സർവീസിൽ വരുന്ന IAS ഉദ്യോഗസ്ഥനാണ്. അതുകൂടാതെ IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുകൂടാതെ IFOS അതായത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഈ മൂന്നെണ്ണമാണ് നമ്മുടെ രാജ്യത്തുള്ള അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവുന്നതാണ്, നമ്മുടെ പട്ടേലാണ്. അതേപോലെ തന്നെ നമ്മൾ അടുത്ത് പറയുന്നത് കേന്ദ്ര സർവീസ് ആണ്. കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോൾ അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം അധികാരമുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് നിയമിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ CGL പോലുള്ള പരീക്ഷ അല്ലെങ്കിൽ റെയിൽവേ പോലുള്ള പരീക്ഷകൾ ഇതൊക്കെ കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ സംസ്ഥാന സർവീസ് നമ്മൾ എഴുതാൻ പോകുന്ന LDC എല്ലാം സംസ്ഥാന സർവീസിലേക്കാണ്. അത് സംസ്ഥാന തലത്തിൽ നമ്മുടെ കേരള PSC ആണ് തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് നിയമിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ എത്രയായിട്ട് തിരിക്കുന്നു? മൂന്നായി തിരിക്കുന്നു. ഓൾ ഇന്ത്യ സർവീസ്, അതേപോലെ തന്നെ കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അതിൽ ഓൾ ഇന്ത്യ സർവീസിന് കീഴിൽ വരുന്ന മൂന്ന് കാര്യങ്ങൾ, ഒന്ന് IPS, മറ്റൊന്ന് IAS, മറ്റൊന്ന് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറയുന്ന IFS എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കേന്ദ്ര സർവീസിലാണ് വരിക. IFOS എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അത് എവിടെയാണ് വരുന്നത്? അഖിലേന്ത്യാ സർവീസ്. ആകെ 3 അഖിലേന്ത്യാ സർവീസേ ഉള്ളൂ. IAS, IFOS, അതേപോലെ തന്നെ IPS. ഇത് എപ്പോഴും PSC ചോദിക്കും. തന്നിരിക്കുന്നതിൽ അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന തരത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 32ാമത്തെ ചോദ്യം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം ഉണ്ടായിരുന്നത് അത് കണ്ണൂർ ജില്ലയിലാണ്. 1136/1000, അതായത് 1000 പുരുഷന്മാരെടുക്കുകയാണെങ്കിൽ 1136 സ്ത്രീകൾ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി ഏറ്റവും കുറവ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ടുള്ള ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കുറവുണ്ടായിരുന്നത്. 1006 അവിടുത്തെ സ്ത്രീ പുരുഷ അനുപാതം. ഇനി അടുത്ത് സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏത് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓക്സിറ്റോസിൻ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നമുക്കറിയാം നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുണ്ട്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ നമ്മൾ അതിനെ തന്നെയാണ് നമ്മൾ പീയൂഷ ഗ്രന്ഥി എന്നും വിളിക്കുന്നത്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി, ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളവുമുണ്ട്, അതുപോലെ തന്നെ പിന്തളവുമുണ്ട്. അതിൽ ഈ പിന്തളം ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളുണ്ട്. അതിൽ ഒന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഓക്സിറ്റോസിനും, മറ്റൊരു ഹോർമോണാണ് ഇവിടെ നൽകിയിരിക്കുന്ന വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോണും. ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഗർഭാശയ ഭിത്തിയിലെ വിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവമൊക്കെ സുഗമമാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുലപ്പാൽ ചുരത്താൻ വേണ്ടി സഹായിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഇനി ഈ വാസോപ്രസിനെയാണ് നമ്മൾ ആന്റി ഡൈയൂററ്റിക് എന്നറിയപ്പെടുന്ന ഹോർമോൺ, ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ ADH എന്ന് അറിയപ്പെടുന്നത്. അത് നമ്മുടെ വൃക്കയിലെ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഈ പറയുന്ന വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി, അതിന്റെ പിന്തളവും മുന്തളവും ഉണ്ട്. അതിൽ പിന്തളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻ എയിലെ ഓക്സിറ്റോസിൻ, ഓപ്ഷൻ ബിയിലെ വാസോപ്രസിൻ. ഗർഭാശയ ഭിത്തിയിലെ വിനുസപേശികളെ സംയോജിപ്പിച്ച് പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്നു ഓക്സിറ്റോസിൻ. അതേസമയത്ത് വൃക്കയിലെ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നു ഈ പറയുന്ന വാസോപ്രസിൻ. അതിനെയാണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ADH എന്ന് വിളിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഇവിടെ നൽകേണ്ടത് യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ എന്നതാണ് 36ാമത്തെ ചോദ്യം. ജൈവവൈവിധ്യ സംരക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യമെന്നാണ് നൽകിയിരിക്കുന്നത്. ശരിയാണ്. ജപ്പാനാണ് IUCNന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നമുക്കറിയാം 1948 സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ ഗ്ലാൻഡിൽ, അതായത് സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് IUCN രൂപീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ IUCNന്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത്
സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡിലാണ് എന്ന കാര്യം ഓർക്കുക. ഈ IUCNന്റെ പൂർണ്ണ രൂപം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ എന്നതാണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ എന്നാണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ എന്നതാണ് IUCNന്റെ പൂർണ്ണരൂപം. 1948 സ്ഥാപിച്ചു. ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡിലാണ്. ഇനി റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന ആര് തന്നെയാണ്? IUCN തന്നെയാണെന്ന കാര്യം ഓർക്കുക. IUCNന്റെ ആഭിമുഖ്യത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഒരേ വർഷവും പട്ടികയാക്കപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. ഇനി ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു എന്ന് പറഞ്ഞാലും ശരിയാണ്. ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 1, 3, 4 നമ്മുടെ ശരിയായിട്ട് വരുന്ന പ്രസ്താവന. ഓപ്ഷൻ C ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് പശ്ചിമ ബംഗാളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ്. ഇതും PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏവ എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ 1ഉം 2ഉമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അതായത് സിക്കിൾ സെൽ അനീമിയയും ഹിമോഫീലിയ എന്ന് പറയുന്ന ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ A ആണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ട പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥിയാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി. ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞു മുന്തളവുമുണ്ട് പിന്തളവുമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോൺ. അതിനെയാണ് നമ്മൾ വളർച്ചാ ഹോർമോൺ എന്ന് പറയുന്നത്. ഈ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുന്തളമാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു ഹോർമോണിന്റെ പേരാണ് സൊമാറ്റോട്രോപ്പിൻ. ഇത് കൂടാതെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇതിന്റെ മുന്തളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ ഇതിന്റെ മുന്തളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വളർച്ചാ ഹോർമോൺ ആയിട്ടുള്ള ഈ പറയുന്ന സൊമാറ്റോട്രോപ്പിൻ അഡിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന മുലപ്പാൽ ഉൽപ്പാദനത്തിനൊക്കെ സഹായിക്കുന്ന പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മുലപ്പാൽ ചുരത്താൻ വേണ്ടി സഹായിക്കുന്ന നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓക്സിറ്റോസിൻ ആണ്. ഇവിടെ മുലപ്പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ എവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുന്തളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന കാര്യം ഓർക്കുക. അതിൽപ്പെടുന്ന ഒരു ഹോർമോണാണ് നമ്മളിവിടെ പരിചയപ്പെട്ട വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന സൊമാറ്റോട്രോപ്പിൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ B ആണ്. ചൈനയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ദൂരം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. F = R/2 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ R എന്ന് പറയുമ്പോൾ വക്രതാ ദൂരമാണ്, അതായത് 20 ആണ്. 20/2 എന്ന് പറയുമ്പോൾ 10 സെന്റിമീറ്റർ. ഓപ്ഷൻ B ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിൻ്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കുമെന്നാണ് നമ്മുടെ ചോദ്യം. ഇങ്ങനെ 45 ഡിഗ്രിയിൽ എറിയുകയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ അനുപാതം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓപ്ഷൻ D 4:1 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 4:1 ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു നമ്മളൊരു പാരാബോള എന്ന് നമ്മൾ പറയും. ഇങ്ങനെ നമ്മളൊരു ബോൾ എറിയുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മുടെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തിരശ്ചീന ദിശയ്ക്ക് മുകളിലായിട്ട് 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിൻ്റെ തിരശ്ചീന പരിധിയും അതായത് ഈ ഒരു പരിധിയും പരമാവധി ഹൈറ്റും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 4:1 ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. എത്രയാണ്? 4:1 ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. 4:1 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അതുപോലെ തന്നെ പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ് വെച്ചിട്ടുണ്ടെങ്കിൽ 45 ഡിഗ്രിയാണ്. പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ് ഈ 45 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ C ആണ്. അൾട്രാവയലറ്റ് തരംഗങ്ങളാണ്. അപ്പോൾ ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് അൾട്രാ വയലറ്റ് തരംഗങ്ങളാണ് എന്ന കാര്യം ഓർക്കുക. ഇത് നമ്മൾ ഓർത്തിരിക്കുന്നത് പൊതുവെ നമ്മുടെ നാടുമ്പുറങ്ങളിലൊക്കെ ഈ കുളം എന്ന് പറയുന്ന വയലിലൊക്കെ ആയിരിക്കും കാണപ്പെടുക. അപ്പോൾ ആ കുളം ഒക്കെ നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി അവിടുത്തെ വെള്ളമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇവിടെ കണ്ട ഒരു വയൽ എന്ന് പറയുന്ന ഒരു ടേം കണ്ടില്ലേ, ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അൾട്രാ വയലറ്റ് തരംഗങ്ങൾ ഞാൻ അങ്ങനെയാണ് പഠിച്ചു വെക്കണത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം.
മറക്കത്തില്ല. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാണെന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ 14 ചന്ദ്രദിനങ്ങൾ എന്ന ഓപ്ഷൻ കറപ്പിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. 14 ഭൗമദിനങ്ങൾ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത്, ഏതു മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗമശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത് എന്നതാണ്. ഇലക്ട്രോൺ ഡൈനാമിക്സ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ ഇവിടെ ഭൗമശാസ്ത്ര നോബൽ 2023. അപ്പം നോബൽ സമ്മാനമൊക്കെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ഉത്തരമെന്ന് പറയുന്നത് മർദ്ദം കൂട്ടുക ഊഷ്മാവ് കുറയ്ക്കുക. മർദ്ദം കൂട്ടുക ഊഷ്മാവ് കുറയ്ക്കുക. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG എന്താണ്? ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്താണ്? നമ്മളെ ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മർദ്ദം കൂട്ടുക, എന്നിട്ട് ഊഷ്മാവ് കുറയ്ക്കുക. മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. LPGയുടെ പൂർണ്ണരൂപം ചോദിക്കാറുണ്ട്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നതാണ് LPGയുടെ പൂർണ്ണരൂപം എന്ന കാര്യം ഓർക്കുക. LPGയിലെ മുഖ്യ ഘടകവും പരീക്ഷയ്ക്ക് ചോദിക്കും. ബ്യൂട്ടെയിൻ ആണ് LPGയിലെ മുഖ്യ ഘടകം എന്ന കാര്യം ഓർത്തിരിക്കണം. ബ്യൂട്ടെയിൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ LPG എന്ന് എഴുതുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു വരയിട്ട ബി കിട്ടി. ആ ബിയും ഈ ബിയും കണക്ട് ചെയ്താൽ മതി, ബ്യൂട്ടെയിൻ എന്ന് കിട്ടും. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത്, തിളക്കം വർദ്ധിപ്പിച്ച് തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ച് കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വറീജിയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? അപ്പോൾ അക്വറീജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ആണ് അതിലുള്ളത്. അതായത് 3:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് HCl:HNO3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഈ സ്വർണ്ണത്തെയൊക്കെ ലയിപ്പിക്കുന്നതുകൊണ്ട് തന്നെ രാജകീയ ദ്രാവകം എന്നൊക്കെ അറിയപ്പെടുന്നത് അക്വറീജിയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പൂരിത ലായനി അല്ലാതെ ഉപ്പുവെള്ളം ഒരു എന്താണെന്നാണ് ചോദ്യം. അതൊരു ഏകാത്മക മിശ്രിതമാണ് എന്ന കാര്യമാണ്. അതായത് ഉപ്പുവെള്ളത്തിൽ നമ്മൾ എവിടെ എടുത്ത് പരിശോധിച്ചാലും ഒരേ അളവിലാണ് ഉപ്പ് നമുക്ക് കാണാൻ പറ്റുക. അതിനെയാണ് നമ്മൾ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഇനി നമ്മളെ പൂരിത ലായനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി എന്ന് പറയുക. ഇതുപോലെ തന്നെ ഭിന്നാത്മക മിശ്രിതമുണ്ട്. നമ്മുടെ ചെളിവെള്ളം ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ്. കാരണം എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കില്ല ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നത്. അതാണ് ഓപ്ഷൻ ബിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡിയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് 2023 രസാന്തര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലുള്ള സംഭാവനയ്ക്കാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ക്വാണ്ടം ഡോട്ടുകൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം നോബൽ സമ്മാനം 2 ചോദ്യങ്ങൾ കടന്നു വന്നു. അത് ഫിസിക്സിൻ്റെ ഭാഗത്തും ഇവിടെ കെമിസ്ട്രിയുടെ ഭാഗത്തും കടന്നു വന്നു. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി അടുത്തത്, സാധാരണ ഉപയോഗിക്കുന്ന സിമൻറ്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരിക. മലയാള നാടകങ്ങളെ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവലാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരേണ്ട അലിംഗം എന്നതാണ് ആ ഒരു നോവലിൻ്റെ പേര്. ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിൻ്റെ ഫൈനലിൽ നയിച്ചതാരെന്നാണ് നമ്മുടെ ചോദ്യം. ക്യാപ്റ്റൻ ആരെന്നാണ് ചോദ്യം. ഹർമൻപ്രീത് കൗർ ആണ്. അപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ വനിതാ ക്രിക്കറ്റ് ടീമും പുരുഷ ക്രിക്കറ്റ് ടീമും എന്താണ്? സ്വർണം നേടിയിട്ടുണ്ട്. അതിൽ പുരുഷ ക്യാപ്റ്റൻ ആരെന്ന് വെച്ചാൽ ഋതുരാജ് ഗെയ്ക്വാദ് എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഋതുരാജ് ഗെയ്ക്വാദ്. അവിടെ ചിലപ്പോൾ രോഹിത് ശർമ്മ എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏഷ്യൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് അവിടെ ആരാണ് ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നത്? ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. ഇനി വനിതകളിലേക്ക് വരുമ്പോൾ ഹർമൻപ്രീത് കൗർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇത് ആരുടെ വരികളാണ് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ PP രാമചന്ദ്രൻ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. PP രാമചന്ദ്രനാണ്. താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം BNCAP എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അതായത് ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നതാണ് ഇതിൻ്റെ ഉത്തരം. വാഹന സുരക്ഷയ്ക്കായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന പുതിയ കാർ മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമാണ് BNCAP എന്ന് പറയുന്നത്. ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ശരിയായ ജോഡി കണ്ടെത്തുക. CV രാമൻപിള്ള, പീറ്റർ സ്കോട്ട്. നമുക്കറിയാം കേരളത്തിൻ്റെ സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻപിള്ളയാണ്. അദ്ദേഹത്തെ കമ്പയർ ചെയ്യുന്നത് പീറ്റർ സ്കോട്ടുമായിട്ട് ബന്ധിപ്പിച്ചാണ്. അപ്പോൾ ഇവിടെ CV രാമൻപിള്ള അത് ശരിയായിട്ടാണ് നൽകിയിരിക്കുന്നത്. MT വാസുദേവൻ നായർ ഹെമിംഗ്വേ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണ് MT വാസുദേവൻ നായരെയാണ്
കേരളത്തിൻ്റെ ഹെമ്മിംഗ്വേ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം അതും ശരി തന്നെയാണ്. ഇനി ONV കുറിപ്പ് അലക്സാണ്ടർ പുഷ്കിൻ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറിപ്പാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. വള്ളത്തോൾ മാർക്ക് ട്വിൻ എന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ അത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കേരള മാർക്ക് ട്വിൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. കേരള മാർക്ക് ട്വിൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ശരിയായതാണ് 1, 2, 3. അതായത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണെന്ന് നമുക്കറിയാം. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത്, കേരള ടെന്നിസൺ എന്നൊക്കെ അറിയപ്പെടുന്നത് വള്ളത്തോളാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് കഥകളി വിജ്ഞാനകോശം രചിച്ചത് ആര് എന്നാണ് 57ാമത്തെ ചോദ്യം. അയമനം കൃഷ്ണ കൈമൾ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്, കഥകളി വിജ്ഞാനകോശം. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ചോദിച്ചത്. ഡിലീറ്റ് ആക്കി ഫൈൻ ആൻഡ് സ്കെയിൽ. നമുക്കറിയാം തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ഈ പറയുന്ന കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1957 അതേപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇതേ വർഷം തന്നെ ലഭിക്കുന്നുണ്ട്. 1957 തകഴിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും നേടിക്കൊടുത്തത് പ്രസിദ്ധമായിട്ടുള്ള ചെമ്മീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥയ്ക്കാണ്. ഇനി 1965 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നുണ്ട്. ഇതാ ഇവിടെ തന്നിരിക്കുന്ന ഏണിപ്പടികൾ എന്ന് പറയുന്ന ആ കഥയ്ക്ക്. പിന്നെ 1980 അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത് ഇതാ ഈ കയറ് എന്ന് പറയുന്ന ഈ ഒരു കഥയ്ക്കാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം ചോദിക്കാം. 1984 തൊട്ടടുത്ത വർഷം തന്നെ അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മഭൂഷൺ എന്ന് പറയുന്ന അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ഒരു ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചു മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ഇവിടെ മോഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെറ്റ്വർക്കിൽ എന്താണ് അനലോഗായും അതേപോലെ തന്നെ തിരിച്ചു മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. മോഡം എന്ന് പറഞ്ഞാൽ മോഡുലേറ്റർ അതുപോലെ തന്നെ ഡീമോഡുലേറ്റർ എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. MODEM ആണ്. അപ്പോൾ ഇവിടെ മോഡുലേറ്റർ ഡീമോഡുലേറ്റർ എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഇനി ഒരു നെറ്റ്വർക്കിൽ ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. അതും ശരിയാണ്. നെറ്റ്വർക്കിംഗ് ഉപകരണമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. അപ്പോൾ ഹബ്ബിന് പകരം സ്വിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തുള്ള കമ്പ്യൂട്ടറിന് മാത്രമേ വിവരം കൈമാറുകയുള്ളൂ. അതും ശരിയാണ്. ഇവിടെ മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 അല്ലെങ്കിൽ IT ആക്ട് 2000 ഇന്ത്യൻ പാർലമെൻറ്റ് വിജ്ഞാപനം ചെയ്ത തീയതി, നിലവിൽ വന്ന ആ ഒരു തീയതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 2000 ഒക്ടോബർ 17 എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാം അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക എന്നതാണ്. ഇവിടെ നൽകിയിരിക്കുന്നത് ഗ്രൂ ലിനക്സ് എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് ext4 എന്നതാണ്. അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്നത് 2മായിട്ടാണ് യോജിപ്പിക്കേണ്ടത്. ഇനി മൈക്രോസോഫ്റ്റ് വിൻഡോസിലേക്ക് വരുമ്പോൾ അവിടെ NTFS എന്നാണ് വരേണ്ടത്. ആപ്പിൾ മാക് OSലേക്ക് വരുമ്പോൾ HPFS എന്നാണ് വരേണ്ടത്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഈ രീതിയിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇതൊക്കെ വീണ്ടും റിപ്പീറ്റായി ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചു നോക്കുക. ലിനക്സിലേക്ക് വരുമ്പോൾ ext4 ആണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിലേക്ക് വരുമ്പോൾ NTFS ആണ്. ആപ്പിൾ മാക് OSലേക്ക് വരുമ്പോൾ HPFS ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതിലേക്ക് വരാം. ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. 62ാമത്തെ ചോദ്യമാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 2023 ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരം ആരെന്നാണ് അടുത്ത ചോദ്യം. ഐശ്വരി പ്രതാപ് സിംഗ് തോമർ എന്നതാണ് ഉത്തരമായിട്ട് വരിക. എന്താണ്? ഐശ്വരി പ്രതാപ് സിംഗ് തോമർ എന്താണ് 2 സ്വർണം 1 വെള്ളി 1 വെങ്കലവും നേടിയിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക എന്ന് ചോദിക്കുന്നു. ഏതെങ്കിലും വ്യക്തി ആവശ്യപ്പെടുമ്പോൾ, അത് പൊതുപ്രവർത്തനത്തിൽ ഉൾപ്പെടുമ്പോൾ, ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോൾ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത്, ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങൾ ഉൾപ്പെടാത്തത് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാതെ ആക്സസ് ചെയ്യാനുള്ള അവകാശം എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങൾ ഉൾപ്പെടാത്തതെന്നാണ് നമ്മുടെ ചോദ്യം. അപകടകരമായ ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരത്തെയും വിലയെയും കുറിച്ച് അറിയാനുള്ള അവകാശം ഉൾപ്പെടുന്നുണ്ട്. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നു. പക്ഷേ ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യാനുള്ള അവകാശമില്ല എന്ന കാര്യം ഓർക്കുക. 2005 ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്ന് ഗാർഹിക പീഡ
വിതരണം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. കേസിൻ്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്ത് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ശരീര ഉപദ്രവത്തെ മാത്രം അടിസ്ഥാനമാക്കിയല്ല, പ്രതികരിക്കുന്നയാളുടെ ഉദ്ദേശത്തെ അടിസ്ഥാനമാക്കിയല്ല, ഇരയുടെ ധാരണ പ്രകാരമല്ല, മറിച്ച് എന്താണ് കേസിൻ്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്താണെന്ന കാര്യം ഓർക്കുക. 2005 ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു? വീണ്ടും ചോദിക്കാം. കേസിൻ്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്ത് മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്നത് ഏത് വ്യവസ്ഥയിലാണ് എന്നതാണ് 67ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ നൽകിയത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. മുതിർന്ന പൗരൻ്റെ സ്വത്ത് ബന്ധു കൈവശം വെക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്താൽ എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. 68ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് 3 വർഷത്തിൽ കൂടാത്ത തടവ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം, അതാണ് നമ്മൾ പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ആ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷത്തിൽ കൂടാതെ തടവ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെയും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. താഴെ പറയുന്നവരിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. കേരള PSC പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ജയന്തി പട്നായിക് എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ജയന്തി പട്നായിക് ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. നിലവിൽ ആരാന്ന് ചോദിച്ചാൽ രേഖാ ശർമ്മ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. രേഖാ ശർമ്മയാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത് വരുന്ന ജയന്തി പട്നായിക്, രണ്ടാമത് വരുന്ന വി മോഹനഗിരി എന്ന് പറയുന്ന വ്യക്തിയാണ്, മൂന്നാമത് വിഭ പാർത്ഥസാരഥിയാണ്, പിന്നെ പൂർണിമ അദ്വാനി, അതിനുശേഷം അഞ്ചാമത് ഗിരിജ വ്യാസ്, പിന്നെ മമത ശർമ്മ, അതിനുശേഷം ലളിത കുമാരമംഗലം, അവസാനം ഈ എട്ടാമതായിട്ട് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു രേഖാ ശർമ്മയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷനാരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അലോക് റാവത്ത് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ കാണുക, ഓരോ ഉത്തരങ്ങളും കാണുക. തീർച്ചയായിട്ടും വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.